വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലനായിട്ടുള്ളൊരു കോക്കനട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണത്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിന് മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല കോക്കനറ്റിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാനിതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഇടയിലൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. കോക്കനറ്റിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കോക്കനട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മൈദ ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ അതങ്ങനെ താഴ്ന്നു പോവാതെ എല്ലായിടത്തും ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ഫ്ലോർ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ കേക്ക് ടിന്നും അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ചേർക്കുന്നത് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണ് പട്ട പൊടിച്ചത്, 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത്. ഇത്രയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലായിടത്തും ബേക്കിംഗ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ നമ്മുടെ പട്ട ഏലക്ക ഇതൊക്കെ പൊടിച്ചതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങയുടെ പുറത്ത് ബ്രൗൺ കളറിലുള്ള ആ ഒരു സ്കിന്ന് റിമൂവ് ചെയ്ത് കളയുക. പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. എന്നാൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊപ്പര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിച്ച് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് ഈ ഒരു ഫ്ലോറിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ 1 കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ്ഗൊക്കെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ 3 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് സ്പീഡ് കൂട്ടി കൊണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബീറ്റ് ചെയ്യുമ്പോൾ ഇതിലൊന്നും ഒട്ടും നനവ് പാടില്ല, വെള്ളത്തിൻ്റെ അംശം പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റായി വരില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് എഗ് വൈറ്റും അതുപോലെ തന്നെ യോക്കൊന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ എഗ്ഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാര ഒന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ടും ചേർക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എഗ്ഗും അതുപോലെ തന്നെ ഓയിലും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് ഈ എഗ്ഗിൻ്റെ മിക്സ് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു എഗ്ഗിൻ്റെ ഒരു മിക്സ് നമ്മളിതിൽ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബാക്കി നമ്മൾ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് കറക്റ്റ് ആവും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചൊരു തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാലൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അധികം ലൂസായി പോകാൻ പാടില്ല. ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ ഒന്ന് ആ തിക്നെസ് ഒന്ന് കുറച്ചൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടുള്ള പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/4 കപ്പ് പാല് മതി. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അധികം ലൂസ് ആവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മുന്നേ തന്നെ ഇവിടെ കേക്ക് ടീനിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തിക്നെസ് തന്നെ നമുക്ക് വേണം നമ്മുടെ ഈ ഒരു കേക്കിന്. നമ്മുടെ ഈ കോക്കനട്ട് കേക്ക് നല്ലൊരു കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നന്നായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഞാനിപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാനൊരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് നമ്മുടെ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് ഓവനിലല്ല, നമ്മൾ കുക്കറിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളൊരു 10 മിനിറ്റ് മുന്നേ തന്നെ നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 40 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഒരു 150 ഡിഗ്രിയിൽ 40 മിനിറ്റ്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചിലപ്പോൾ ടൈം എടുത്തുനിന്ന് വരും. അതൊക്കെ അവരുടെ ഓവനും അതുപോലെ തന്നെ ഈ കുക്കറിൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ചൂടിൻ്റെ ഒരു വേരിയേഷനൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതൊരു ഏകദേശം ഒരു 50 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ 1.5 കപ്പ് മൈദ ആണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ് കൊണ്ടൊക്കെ ബേക്കായിട്ട് വരും. എനിക്കിപ്പോൾ ഇതൊരു 50 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കേക്ക് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുകളിൽ ഒരു ലെയറായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെൻറ്ററൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് ഫ്രോസ്റ്റൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിന് സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഡെക്കറേഷൻസൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് കേക്കിലേക്കൊന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. ഇപ്പോൾ
അപ്പോൾ ഞാനിങ്ങനെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് അപ്ലൈ ചെയ്യാം, ഒരു ലെയറായിട്ട്. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ വിതറി കൊടുക്കുമ്പോൾ അത് അതിമേ തന്നെ നല്ല സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ അതുമല്ല നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിൽ മിൽക്ക് മെയ്ഡ് വരുമ്പോൾ. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് സ്പ്രെഡ് ചെയ്യാം. കോക്കനട്ട് കേക്ക് അല്ല, അപ്പോൾ നമുക്ക് കോക്കനട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.